3.5 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച എണ്ണക്കാട് ഗ്രാമം ഊടുവിരുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ വെള്ളിയാഴ്ച ആരംഭിക്കും. ചടങ്ങുകൾ 12-ന് സമാപിക്കും. മെയ് 10-ന് കൊടിമര സമർപ്പണവും ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും. 3.5 കോടി രൂപ ചിലവഴിച്ച് പുനർനിർമ്മിച്ച എണ്ണക്കാട് ഗ്രാമം ഊടുവിരുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ വെള്ളിയാഴ്ച ആരംഭിക്കും. എണ്ണക്കാട് ഗ്രാമം ഊടുവിരുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങും അഷ്ടബന്ധ കലശവും 2025 മെയ് 2 മുതൽ 12 വരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ്. ഇതിന്റെ സമർപ്പണ പൂജകൾ മെയ് 2 വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരണത്തോടെ ആരംഭം കുറിക്കും. മെയ് 2-ന് ആരംഭിക്കുന്ന സമർപ്പണ പൂജകൾ മെയ് 9 രാവിലെ 6:30-നും 8:30-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ കലശവും ക്ഷേത്ര സമർപ്പണവും ക്ഷേത്ര തന്ത്രി തൃശൂർ കുണ്ടിൽ മല്ലശ്ശേരിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. പുതിയ ശിവക്ഷേത്രത്തിന്റെ സമർപ്പണവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും. മെയ് 10 രാവിലെ 6:30 മുതൽ പരിവാര പ്രതിഷ്ഠാ ചടങ്ങുകളും ശേഷം രാവിലെ 9 മണിക്ക് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളും ക്ഷേത്ര കൊടിമര സമർപ്പണവും നടക്കും. മെയ് 12 വരെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കലശ മണ്ഡപത്തിൽ ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന സഹസ്ര കലശം, ബ്രഹ്മകലശം എന്നിവ നടക്കുന്നതാണ്. വിപുലമായ രീതിയിൽ 2-ാം തീയതി മുതൽ ആരംഭിച്ച് 12-ാം തീയതി സമാപിക്കുന്ന സമർപ്പണ പൂജകളാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. ശേഷം 12-ാം തീയതി നമ്മുടെ ക്ഷേത്ര തിരുവുത്സവത്തിന് കൊടിയേറി 19-ന് ആറാട്ടോടുകൂടി തിരുവുത്സവവും സമാപിക്കുകയാണ്. സമർപ്പണത്തോടനുബന്ധിച്ച് മെയ് മാസം 10-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ക്ഷേത്ര സമർപ്പണ സദസ്സ് നടക്കുകയാണ്. ഈ ക്ഷേത്ര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായിട്ടുള്ള ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അവറുകളാണ്. കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെങ്ങന്നൂർ MLA കൂടിയായിട്ടുള്ള സജി ചെറിയാൻ മുഖ്യാതിഥിയായിരിക്കും. സുപ്രസിദ്ധ സിനിമാ താരം കുമാരി ദേവനന്ദ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവും. അതേപോലെ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത് SN ട്രസ്റ്റ് അംഗം പ്രീതി നടേശനാണ്. ബോധി തീർത്ഥാനന്ദ സ്വാമികൾ, ശിവഗിരി മഠത്തിലെ സ്വാമി ബോധി തീർത്ഥാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ടാവും. ആശംസാ പ്രാസംഗികരായി മാർത്തോമ ചർച്ച് ഗ്രാമം വികാരി റവറൽ ഷൈനു ബേബി, അടിമറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരിപ്പാട്, NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PN സുകുമാരപ്പണിക്കർ, KPMSന്റെ മാന്നാർ യൂണിയൻ സെക്രട്ടറി സജേഷ് കുമാർ, SNDP യോഗത്തിന്റെ മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ P ശ്രീരംഗം എന്നിവർ ചടങ്ങിൽ ആശംസാ പ്രാസംഗികരായി പങ്കെടുക്കുന്നുണ്ടാവും. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് നാടുവിട്ട മലബാർ ഭാഗത്തുള്ള ആൾക്കാരെ ഇവിടെ കുടിയേറുകയും ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തെ അന്ന് പുനരുദ്ധരിക്കുകയും ചെയ്തുകൊണ്ടായി. അതുതന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന ക്ഷേത്രമാണ്. പണ്ട് ഗുരുവായൂരിനെ സമാനമായ ഓല കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു നമ്മുടെ ക്ഷേത്രം. ഇന്ന് ആ ക്ഷേത്രം നവീകരിക്കാൻ സാധിച്ചു. ഉദ്ദേശം 3-3.5 കോടി രൂപയോളം ചെലവഴിച്ച് ഒരു ചെറിയ ഗ്രാമത്തിലെ ഭക്തജനങ്ങൾ അവരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് അത് സാധിച്ചിരിക്കുന്നു. ചടങ്ങുകൾ 12-ന് സമാപിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് ആചാര്യവരണത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. മെയ് 9-ന് രാവിലെ 6:30-നും 8:30-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ കലശവും ക്ഷേത്ര സമർപ്പണവും പുനർനിർമ്മിച്ച ശിവക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങും നടക്കും. മെയ് 10-ന് രാവിലെ 6:30 മുതൽ പരിവാര പ്രതിഷ്ഠാ ചടങ്ങുകൾ ഉണ്ടാകും. 9-ന് ക്ഷേത്ര കൊടിമര സമർപ്പണം, ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ എന്നിവ നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമർപ്പണ സദസ്സ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് S ഗോപകുമാർ അധ്യക്ഷത വഹിക്കും. മന്ത്രി സജി ചെറിയാൻ, ചലച്ചിത്ര നടി ദേവനന്ദ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. SN ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം വൈസ് പ്രിൻസിപ്പൽ MB ശിവൻ, ഗ്രാമം മർത്തോമ ചർച്ച് വികാരി റവറൻ ഷൈനു ബേബി, അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി തുടങ്ങിയവർ പങ്കെടുക്കും. 11, 12 തീയതികളിൽ പ്രത്യേക പൂജകളും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തൃശൂർ കുണ്ടിൽ മല്ലശ്ശേരി
കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 12-ന് കൊടിയേറും. 16-ന് ഉത്സവബലി നടക്കും. 18-ന് പള്ളിവേട്ട, 19-ന് ആറാട്ട് മഹോത്സവം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണസമിതി പ്രസിഡന്റ് എസ് ഗോപകുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ സതീഷ് കൃഷ്ണൻ, ട്രഷറർ സന്തോഷ് കുമാർ, മോഹനൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.